അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. അൽഹംദുലില്ലാഹ്, നമ്മൾ നിലകൊള്ളുന്നത് പുതിയൊരു മാസത്തിലാണല്ലേ. പുണ്യ മുഹറം മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു. പുതിയൊരു മാസമായിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത മാസമായിട്ടുള്ള സഫറിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അള്ളാഹു നമ്മൾ ചെയ്ത എല്ലാ ഹസനാത്തുകളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ചെയ്തു കൂട്ടിയ എല്ലാ സയ്യിആത്തുകളെയും, എല്ലാ ഖത്തിആത്തുകളെയും, എല്ലാ മഅസിയാത്തുകളെയും പൂർണ്ണമായിട്ടും നമ്മിൽ നിന്ന് റിമൂവ് ചെയ്യട്ടെ, അല്ലെങ്കിൽ തുടച്ച് മാച്ച് നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ച് തരട്ടെ. ആമീൻ. എന്താണെങ്കിലും നമ്മൾ ഇൻഷാ അല്ലാഹ് പ്രവേശിക്കാൻ പോകുന്നത് പുതിയ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലേക്കാണല്ലേ. എന്തുകൊണ്ടും ശ്രേഷ്ഠമാണ്, എന്തുകൊണ്ടും വളരെയധികം എഫക്റ്റീവാണ് എന്നുള്ളത് നമ്മൾ പറയേണ്ട ആവശ്യമല്ല അല്ലേ. എന്താണെങ്കിലും അള്ളാഹു കബൂലാക്കട്ടെ. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഈ ഒരു അമല് നമുക്കെല്ലാവർക്കും അറിയുന്ന സുപരിചിതമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഒരു അമലാണ്. പക്ഷേ ഈ ഒരു അമല് ഇന്നത്തെ രാവിലെ, അതുപോലെ നാളത്തെ പകൽ, വെള്ളിയാഴ്ച രാവായിട്ടുള്ള ഈ ഒരു രാവിലെ, മഗ്‌രിബിക്ക് ശേഷം നമ്മൾ വെള്ളിയാഴ്ച രാവിലേക്ക് പ്രവേശിക്കുകയാണ്. അതുപോലെ നാളത്തെ പകൽ, നാളെ മഗ്‌രിബിന് മുമ്പുള്ള ആ ഒരു സമയം, മഗ്‌രിബി വരെയുള്ള സമയം, ഈ രണ്ട് സമയത്തായിട്ട് നമ്മൾ ഈ പറയുന്ന അമല് നമുക്ക് കഴിയുന്നത് എത്രയാണോ അത്രയും നമ്മൾ ചെയ്തിട്ട് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ചോദിക്കുന്ന ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ, അത് വളരെയധികം വിലപ്പെട്ടതാണ്. ഇത് നമ്മൾ ചെയ്തിട്ട് പടച്ചോനോട് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനുണ്ടല്ലോ ഉത്തരം മസ്റ്റാണ്, ഉത്തരം ഉറപ്പാണ്. അത്രത്തോളം ഫലവത്തായിട്ടുള്ള, അത്രത്തോളം ഗുണങ്ങളുള്ള, അത്രത്തോളം മഹത്തരമായിട്ടുള്ള ഒരു അമലാണ് ഈ പറയാൻ പോകുന്ന അമല്. അറിയുന്ന അമലാണ്, നമുക്കെല്ലാവർക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് അറിയുന്ന പരിചയമുള്ള അമലാണ്. എന്താണെങ്കിലും കൂടുതൽ നീട്ടി പരത്തി പറഞ്ഞ് നിങ്ങളെ ക്ഷമ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഏതാ അമല് അറിയോ? അസ്മാഉൽ ഹുസ്ന. അറിയാത്തവരുണ്ടാവില്ലല്ലോ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള നാമങ്ങൾ, അതാണല്ലോ അസ്മാഉൽ ഹുസ്ന എന്നുള്ളത്. ഈ അസ്മാഉൽ ഹുസ്ന ഓരോ പ്രാവശ്യമെങ്കിലും ഓരോരോ ഇസ്മ ചൊല്ലിയിട്ട് അതിനുശേഷം നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ ഇടങ്ങേറുകൾ, നമ്മുടെ പ്രതിസന്ധികൾ പടച്ചോൻ്റെ മുമ്പിൽ നമ്മൾ പറയുക എന്നുള്ളതാണ്. അസ്മാഉൽ ഹുസ്ന അറിയാത്തവരുണ്ടാവില്ലല്ലോ. യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിൻ യാ മുഹൈമിൻ യാ അസീസ് യാ ജബ്ബാർ യാ മുതകബ്ബിർ യാ ഖാലിഖ് യാ ബാരി യാ മുസവ്വിർ യാ ഗഫാർ യാ ഖഹാർ, ഇങ്ങനെ തുടങ്ങിയിട്ട് 99 നാമങ്ങൾ. ഇതാണ് അസ്മാഉൽ ഹുസ്ന എന്നുള്ളത്. ജസ്റ്റ് സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ശരിക്കും കാണുമോ എന്നറിയില്ല, എങ്കിലും ഇതാണ് അസ്മാഉൽ ഹുസ്ന. നിങ്ങളുടെ പഴയ ഏടുകളിലോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മുടെ മൊബൈലിൽ അടിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് അസ്മാഉൽ ഹുസ്ന എന്നുള്ളത് നമുക്ക് ലഭിക്കും. ഇത് നമ്മൾ ഓരോ പ്രാവശ്യമെങ്കിലും ഓരോ ഇസ്മുകൾ ചൊല്ലിയിട്ട് പടച്ചോനോട് പറയാ, പടച്ചോനെ എന്നെ കാണുന്നില്ലേ, പടച്ചോനെ എൻ്റെ അടങ്ങേറിച്ച് കാണുന്നില്ലേ, ഈ പ്രയാസങ്ങൾക്കൊക്കെ, ഈ പ്രശ്നങ്ങൾക്കൊക്കെ പടച്ചോനെ എനിക്കൊരു സൊല്യൂഷൻ, എനിക്കൊരു പ്രതിവിധി തരണേ പടച്ചോനെ, എനിക്കൊരു മഖ്റജ് തരണേ പടച്ചോനെ, എനിക്കൊരു എക്സിറ്റ് തരണേ പടച്ചോനെ എന്ന് മനസ്സറിഞ്ഞിട്ട് ദുആ ചെയ്താലേ എത്ര വലിയ കടങ്ങളും, എത്ര വലിയ ദുഃഖങ്ങളും, എത്ര വലിയ പ്രയാസങ്ങളും, എത്ര വലിയ ഇടങ്ങേറുകളും നീങ്ങും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും വേണ്ട, യാതൊരു സംശയവും വേണ്ട. കാരണം പടച്ചോൻ നമുക്ക് തന്ന കരാറാണ്, ദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ ഉത്തരം തരാമെന്ന്. ഇത് ആരെങ്കിലും പറഞ്ഞതല്ല, ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും പറഞ്ഞതല്ല. പടച്ച റബ്ബ് അവൻ്റെ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, നിങ്ങൾ എന്നോട് ചോദിച്ചോളിയും ഉത്തരം ഞാൻ തരാം എന്നുള്ളത്. അതുകൊണ്ട് അതുകൊണ്ട് നമുക്കുള്ള കടമ ചോദിക്കുക എന്നുള്ളതാണ്. ഉത്തരം തരാമെന്ന് പറഞ്ഞത് പടച്ചോനാ, അതൊന്നും തരും ചെയ്യും ഇൻഷാ അല്ലാഹ്. വിശ്വാസത്തോടുകൂടെ, ഉറപ്പോടുകൂടെ, അത്രയും യക്കീനോടുകൂടെ ചെയ്താൽ ഫലം ഇൻഷാ അല്ലാഹ് ഉറപ്പ്. വഫഖനല്ലാഹ്. അമല് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.